Hi guys, നമ്മൾ ബേസിസിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. എന്തായിരുന്നു ബേസിസ്? ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്റ്റർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റുകളാണ് ആ സബ്സെറ്റിലെ ബേസിസിലെ എലമെന്റ്സ് ഉണ്ടാവേണ്ടത്. നമ്മുടെ വെക്റ്റർ സ്പേസിനെ മുഴുവനായിട്ട് അതിന് സ്പാൻ ചെയ്യാൻ കൂടി കഴിയണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ സെറ്റ് സ്പാൻ ചെയ്യുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ബേസിസിന്റെ ഫർദർ കുറച്ച് പ്രോപ്പർട്ടികളിലേക്കും അതിന്റെ കുറച്ച് ടൂളിലേക്കും ഒക്കെയാണ് പോകുന്നത്. ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്. ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ് നമ്മൾ പറയാം? നമ്മൾ ബേസിസ് വെച്ചിട്ടാണ് പറയാം. അപ്പൊ നമുക്കൊരു വെക്ടർ സ്പേസ് വി ഉണ്ട്. അപ്പോൾ നമ്മുടെ വെക്ടർ സ്പേസ് വി ആണ്. വി ആണ് നമ്മളെ വെക്ടർ സ്പേസ്. അതിനൊരു ബേസിസ് ഉണ്ട്. ബി എന്ന് പറയുന്ന അതിന്റെ ബേസ്, അതായത് വിന്റെ ഒരു സബ്സെറ്റ് ആണ് ബി എന്ന് പറയുന്ന സെറ്റ്. അത് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്, വിനെ സ്പാൻ ചെയ്യും. ഓക്കെ, അപ്പൊ വി ഉണ്ട്, അതിന്റെ ബേസിസ് ബിയും നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഇഫ് ബി ഈസ് ഫൈനൈറ്റ്, then the vector space V is called finite dimension. അതെ, ബേസിസിന്റെ കാർഡിനാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ സ്പേസിന്റെ ബേസിസിന്റെ ഡയമെൻഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നത്, ഒരു വെക്ടർ സ്പേസിന് ഒരു ബേസിസ് അല്ല, ഒന്ന് കൂടുതൽ ബേസിസ് എടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു സെറ്റ്, ആ ബേസിസ് ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ ഒന്ന് കൂടുതൽ ബേസിസ് എന്തിനുണ്ടാവണം, ഒന്ന് ഒരു വെക്ടർ സ്പേസ് ഉണ്ടാവാം. അപ്പോ പക്ഷെ നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് നമ്മൾ എത്ര ബേസിസ് കണ്ടാലും ആ ബേസിസിന്റെ കാർഡിനാലിറ്റി ഓഫ് ബേസിസ് എന്ന് പറഞ്ഞാല് നമ്മളെടുത്ത ബേസിസിലെ എലമെന്റ്സിന്റെ എണ്ണം അല്ലെ. നമ്മൾ ആ വെക്ടേഴ്സ് ആണല്ലോ ബേസിസിൽ ഉണ്ടാവുക, എത്ര വെക്ടേഴ്സ് ആണോ നമ്മളെ ബേസിസിലുള്ളത് അതാണ് ആ ബേസിസിന്റെ കാർഡിനാലിറ്റി, നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ബേസിസ്. ഓക്കെ, അപ്പൊ ആ കാർഡിനാലിറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്. അപ്പോൾ നമ്മൾ ഒരു R2 ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 1 എന്ന് പറഞ്ഞ 2 എലമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ R2ന്റെ ബേസ് ഡയമെൻഷൻ എന്താണ്, 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വെക്ടർ സ്പേസിന്റെ ബേസിസിലെ കാർഡിനാലിറ്റി ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമ്മുടെ ബേസിൽ, അതിനെ ഫൈനൈറ്റ് ഡയമെൻഷൻ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, ഇനി ആ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ഈസ് കോൾഡ്, അതായത് ബേസിസിലെ എലമെന്റ്സിന്റെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ R2ന്റെ 2 ആയിരിക്കും. R3ന്റെ കേസിൽ നമുക്ക് എന്തായാലും സ്റ്റാൻഡേർഡ് ബേസിസ് ഒക്കെ നമ്മൾ നോക്കിയപ്പോൾ 3 എലമെന്റ്സ് ഉള്ള 3 ടപ്പിൾ ആയിട്ടുണ്ടായിരുന്നു അല്ലെ R3ന്റെ കേസിൽ. അപ്പോൾ R3ന്റെ ഡയമെൻഷൻ എന്തായിരിക്കും, 3 ആണ് വരിക. ഓക്കെ, ഇനി എന്താ അതേപോലെ തന്നെ ഇഫ് ബി, അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ ബേസിസ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അതിന് എപ്പോഴും നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ച് സ്പാൻ ചെയ്യാൻ കഴിയണില്ല, അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ ഫൈനൈറ്റ് എലമെന്റ് ആവണമെന്നില്ല. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ബേസിസും ഉണ്ടാവും. അപ്പൊ നമ്മളെ ബേസിസിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ അതിന് ആ വെക്ടർ സ്പേസിന്റെ, ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ബേസിസിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ എന്നാണ് പറയാം. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ചെറിയ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ആ സിംഗിൾട്ടൺ സെറ്റിൽ അതിന്റെ 0 വെക്ടർ മാത്രം ഉണ്ടായാൽ മതി. അതൊരു സബ് സ്പേസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊരു വെക്ടർ സ്പേസിനും അറ്റ്ലീസ്റ്റ് 1 സബ് സ്പേസ് ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും, അത് നമ്മൾ പ്രീവിയസ് സബ് സ്പേസ് ആയ എന്തായിരിക്കും, 0 വെക്ടർ മാത്രമുള്ള സിംഗിൾട്ടൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വെക്ടർ സ്പേസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു അത് ആ വെക്ടർ സ്പേസ് സബ് സ്പേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 0 വെക്ടർ സ്പേസിനെ അപ്പൊ സ്പാൻ ചെയ്യുന്ന ബേസിൽ ഒറ്റ എലമെന്റും വേണ്ട, ഡയമെൻഷൻ 0 എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോ ഇത് ഒരു റിമാർക്കായി മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ പ്രൂഫൊക്കെ നമ്മൾ ശരിക്കും സ്പാനിന് ഒരു സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ഒക്കെ എടുത്തിട്ട് ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. നമ്മൾ ആ ഡെഫിനിഷൻ ഒന്നും നിങ്ങളെ സർവീസ് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി 0 വെക്ടർ സ്പേസ്. 0 മാത്രമല്ല, 0 വെക്ടർ മാത്രമുള്ള ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ ഇപ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിസും ഡയമെൻഷനും ഇൻഫൈനൈറ്റ് ഡയമെൻഷനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ഇപ്പം അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു എന്താ, ഈ R2ന് ഒരു ബേസിസ് നമുക്കറിയാം 1 0 0 1 ആണ്. ഇവിടെ 2 എലമെന്റ് ആണുള്ളത്. അപ്പോ R2ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റ കാര്യം നമുക്ക് ഓർപ്പിക്കാം. നമുക്കൊരു സെറ്റ് ഓഫ് എലമെന്റ്സ് തന്നു, എന്ത്, R2ന്റെ ഒരു എലമെന്റ്സ്.
അപ്പോൾ ബേസിസ് ആയതുകൊണ്ട് R2ന്റെ ബേസിസിൽ നമ്മൾ ഏത് ബേസ് എടുത്താലും R2ന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബേസിസ് ഉണ്ടാവും. കാരണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 എലമെന്റ്സ് മതി അല്ലെ. അത് R2നെ സ്പാൻ ചെയ്താലും മതി. അപ്പൊ അങ്ങനത്തെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്കൊരു സെറ്റ് തന്നിട്ട് അത് R2ന്റെ ബേസിസ് ആണോ നോക്കാൻ പറയുകയാണെങ്കിൽ അതിൽ 2 എലമെന്റേ മാക്സിമം വരാൻ പാടുള്ളൂ. അത് ഒരു എലമെന്റ് ആയാലും സ്പാൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 3 എലമെന്റ് ആയി കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല. അപ്പൊ R2ന്റെ ബേസിസിൽ എന്തായാലും 2 എലമെന്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കുറെ ഓപ്ഷൻ തരികയാണ്, ഇതിൽ ഏതൊക്കെയാണ് R2ന്റെ ബേസിസ് ആവാൻ പോസിബിൾ ആയ സെറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ 2 എലമെന്റുള്ള സെറ്റുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നീട് ആ 2 എലമെന്റുള്ള സെറ്റുകളെ ലീനിയർ ഇൻഡിപെൻഡൻസിയും സ്പാനിങ് കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ R2ന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അത് 2 ആയിരിക്കും. R3ന്റെ ഡയമെൻഷൻ അത് 3 ആയിരിക്കും. R4ൻ്റെത് 4 ആയിരിക്കും, എക്സെട്ര. Rnൻ്റെത് എപ്പോഴും n ആയിരിക്കും. കാരണം Rn എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്ന സെറ്റ് ബേസിസ് എന്ന് Rന്റെ ബേസിസിൽ n ടെപ്പിൾസ് n ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, R3ന്റെ 3 ടെപ്പിൾ 3 എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ R3ന്റെ ഒക്കെ ഡയമെൻഷൻ 3 എന്ന് പറയാം. നമ്മൾ Rnന്റെ ജനറൽ കേസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ബേസിസ് ഡയമെൻഷൻ കാണാൻ ഏതെങ്കിലും ഒരു ബേസിസ് എടുത്താൽ മതി. അതായത് നമുക്ക് ഒരുപാട് ബേസിസ് ഉണ്ടാവും. ആ ഒരുപാട് ബേസ് എടുത്തിട്ട് ഓരോന്നിനും ഓരോ ഡയമെൻഷൻ പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നമ്പർ എണ്ണിക്കഴിഞ്ഞാൽ, ആ ബേസിസിലെ വെക്ടേഴ്സിന്റെ എണ്ണം എണ്ണിക്കഴിഞ്ഞാൽ അതായിരിക്കും ആ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ Rnന് നമുക്കറിയാം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻ ബേസിസ് ഉണ്ട് അല്ലെ. Rnന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബേസിസ് ഉണ്ട്. പക്ഷെ ആ ബേസിസിലൊക്കെ എന്താ n എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബേസിസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഏതൊരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ പറയാം. അപ്പോൾ Rnന്റെ ബേസ് എന്തായിരുന്നു? E1 E2 എക്സ്ട്രാ അല്ലെ, സ്റ്റാൻഡേർഡ് ബേസിസ് E1 E2 n എന്താന്നൊക്കെ നമ്മൾ നേരത്തെ കുറെ എക്സാമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. E എന്ന് പറഞ്ഞാൽ n ടപ്പിൾ ആയിരിക്കും. nth പൊസിഷനിലായിരിക്കും എന്ത് വരിക? 1 വരിക. E2 എന്ന് പറയുമ്പോൾ n ടപ്പിൾ ആണ്, സെക്കൻഡ് പൊസിഷനിലായിരിക്കും 1 വരിക. ഓക്കെ, അപ്പോ Rn എന്ന് പറഞ്ഞ ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന n ഫൈനൈറ്റ് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഡയമെൻഷൻ ഓഫ് Rn എന്ന് പറയുന്നത് എപ്പോഴും n ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് R3 3 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പോളിനോമിയൽസിന്റെ കേസ് പഠിച്ചു അല്ലെ. പോളിനോമിയൽസിന്റെ കേസിൽ പോളിനോമിയൽസ് നമ്മൾ പറഞ്ഞു, നമ്മൾ എങ്ങനെയായിരുന്നു പറയല്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ അപ് ടു ഡിഗ്രി n അല്ലെ. അത് നമ്മൾ Pn ആയിരുന്നു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. P എന്ന് പറഞ്ഞാൽ n ഡിഗ്രി വരെയുള്ള എല്ലാ പോളിനോമിയലും നമ്മളുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് നമ്മൾ നേരത്തെ എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് എന്തായിരുന്നു? 1 ഉണ്ടാവും. 1 x x² x³ എക്സെട്ര അപ് ടു xn വരെ ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ ഒരു പോളിനോമിയൽ അപ് ടു ഡിഗ്രി P എന്ന് പറഞ്ഞ പോളിനോമിയൽ എടുക്കുക, അല്ലെ P3 എടുക്കുകയാണെങ്കിൽ അവിടെ x³ വരെയുള്ള x² x³ വരെയുള്ള എലമെന്റ്സ് എന്തായാലും നമ്മുടെ ബേസിസിൽ ഉണ്ടാവും. അതിന്റെ കൂടെ നമുക്ക് സ്കാലാർ പോളിനോമിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാലാറും കൂടി ഉണ്ടാവും അല്ലെ. അപ്പൊ പോളിനോമിയൽസ് Pnന്റെ ഡയമെൻഷൻ എപ്പോഴും എന്താ വരിക? അത് n+1 ആണ് വരിക. ഓക്കെ, കാരണം ഇപ്പോ P എന്ന് പറയുമ്പോൾ x² ഫസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽസ് ഉണ്ടാവാൻ x വേണം, സെക്കൻഡ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ഉണ്ടാവാൻ x² വേണം, അങ്ങനെ n ഡിഗ്രി ഉണ്ടാവില്ല xn വരെ വേണം. പിന്നെ സ്കാലാർ കൊണ്ടുവരാം. കാരണം പോളിനോമിയൽസിൽ സ്കാലാർ പോളിനോമിയൽ ഉണ്ടാവും അല്ലെ. 1 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ ആണ്. നമുക്ക് x+5 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ടാക്കാൻ അവിടെ ഒരു സ്കാലാർ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടി ഒരു സ്കാലാറും കൂടി അവരുടെ ബേസിസിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ P എന്ന് പറയുന്ന ഡയമെൻഷൻ ഓഫ് P എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന്റെ set of all polynomials degree up to n വരെയുള്ള ഡിഗ്രിയിലെ പോളിനോമിയൽസിന്റെ ഡയമെൻഷൻ n+1 ആയിരിക്കും. ഓക്കെ, നമ്മൾ Rn പറഞ്ഞ മാതിരി n എന്ന് എഴുതരുത്. പോളിനോമിയൽ നമുക്കൊരു സ്കാലാറും കൂടി കൊണ്ടുവരാനുള്ളതുകൊണ്ട് നമുക്കൊരു +1 കൂടി ഇവിടെ വരും. ഓക്കെ, ഇവിടെയുണ്ട് ഈ 1 ഇവിടെ വരും. ബാക്കിയെല്ലാം ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി അപ് ടു n ഡിഗ്രി വരെ ഇവിടെ ഉണ്ട്. ആ 0 ഡിഗ്രി ഉള്ള പോളിനോമിയൽ അതാണ് സ്കാലാർ പോളിനോമിയൽ എന്ന് പറഞ്ഞത് അല്ലെ. x⁻0 ആണ് എന്ത്? 1 വരെ. x⁻1 x⁻2 x² ഇങ്ങനെ പോകും. അപ്പൊ ഇവിടുത്തെ ഒരു 0 കൂടി നമുക്ക് കൗണ്ട് ചെയ്യാം. 0 ഡിഗ്രി ഉള്ള പോളിനോമിയൽ കൂടി കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു സ്കാലാറും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്കാലാറും കൂടി നമ്മളെ ബേസിസിൽ വേണ്ടി വരും. അപ്പോൾ P എന്ന് പറഞ്ഞ പോളിനോമിയൽ ഡയമെൻഷൻ n+1 ആയിരിക്കും. ഇനി നമുക്കൊരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് എടുക്കണം അല്ലെ. അതിനാണ് ഫങ്ഷണൽ സ്പേസ് Cn of I of
Cn of I എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ C of ക്ലോസ് ഇന്റർവൽ എ ബി ഒക്കെ ഡിസ്കസ് ചെയ്ത് എന്താണ് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ സെറ്റുകൾ. അപ്പോൾ ആ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സെറ്റ് എടുത്താൽ അവിടെ എന്താ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. അവിടെ എത്ര ഇതുണ്ടാവും, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവില്ല. ആ ഫംഗ്ഷൻ മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു 5-6 ഒരു ഫൈനൈറ്റ് ഫംഗ്ഷൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞിരുന്ന എക്സാമ്പിൾ എന്താ, n ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. അതായത് Cn of I എന്ന് പറഞ്ഞാൽ C1 എന്ന് പറഞ്ഞത് ഒരു തവണ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. C2 of I എന്ന് പറഞ്ഞാൽ അതിലത്തെ ഫംഗ്ഷൻസുകൾ നമുക്ക് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. Cn of I എന്ന് പറഞ്ഞാൽ അതിലത്തെ ഫംഗ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, n ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇന്റർവെൽ I ഈസ് ആൻ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസിന്റെ സെറ്റുകൾ നമുക്കപ്പോ ഇതിലെ ഓരോ ഫംഗ്ഷനും ഇതിന്റെ ബേസിസ് എന്താണ് നോക്കുന്നത്, നമ്മളെ കയ്യിലുള്ള വെക്ടർ സ്പേസ് എന്താണ്, n ടൈം കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയ ഫംഗ്ഷൻസിന്റെ സെറ്റ് ആണ് നമ്മളെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെക്ടർ സ്പേസ് ആയിരിക്കും, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ബേസിസ് എന്താ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് സെറ്റ് ആവണം. പോരാത്തന്നെ ഈ ഫംഗ്ഷനെ മൊത്തം സ്പാൻ ചെയ്യണം അല്ലെ. ഈ n ടൈം കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എക്സാമ്പിൾ എന്തൊക്കെയാ, സൈന്, കോസ്, സൈന് കോസ് ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ. അതൊക്കെ ഇൻഫൈനൈറ്റ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്. പോളിനോമിയൽസ് വരും, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരും, അങ്ങനത്തെ ഒരുപാട് e⁻x വരും, e⁻2x വരും, e⁻3x വരും, അതൊക്കെ ഇതിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എല്ലാ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പോളിനോമിയലിനോ ആറിനോ പോലെ നമുക്ക് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ബേസിസ് എലമെന്റ്സിലുള്ള ബേസ് കൊണ്ട് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോ എടുക്കുന്ന വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടർ സ്പേസ് ആയിരിക്കും. അതേപോലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻസുകൾ എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇനി ബേസിസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ബേസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ബേസിസിന്റെ ഓർത്തോഗണാലിറ്റി ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യണം, നോർമാലിറ്റി ഒക്കെ നമുക്ക് പറയണം. അത് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് ടൂൾസ് വേണം. ഇന്നർ പ്രൊഡക്റ്റ് എന്ന ടൂൾ വേണം, നമ്മൾ നോം എന്ന് പറഞ്ഞ ടൂൾ വേണം. നമ്മളെ വെക്ടർ സ്പേസ് എലമെന്റ് വെക്ടേഴ്സിന്റെ കുറച്ചു മാഗ്നിറ്റ്യൂഡ്, ലെങ്ത് പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഓർത്തോ നോർമലും ഓർത്തോഗണലും ഒക്കെ അതിന് ആ പ്രോപ്പർട്ടിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ Rnകളിലെ n സ്പേസ് എന്ന് പറഞ്ഞാൽ Rn തന്നെ n സ്പേസിലെ വെക്ടേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് പ്രോപ്പർട്ടി അതിന്റെ ടൂളുകളും ഡിസ്കസ് ചെയ്യാൻ പോവാണെങ്കിൽ, ഓക്കെ, വെക്ടർ ഇൻ n സ്പേസ് ഈസ് എ ഓർഡേർഡ് n ടെപ്പിൾ അല്ലെ. n സ്പേസ് എന്ന് പറഞ്ഞാൽ Rn എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ Rnകളിലെ എലമെന്റ്സ് ഒക്കെ ഒരു n ടെപ്പിൾ ആയിരിക്കും. അപ്പൊ അതൊരു എലമെന്റ്, ഞാൻ എന്റെ n സ്പേസിൽ ഒരു എലമെന്റ് A ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു n ടെപ്പിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് ഈ എന്റെ കമ്പോണൻസ് ആയിട്ട് ഫസ്റ്റ് കമ്പോണൻസ്, സെക്കൻഡ് കമ്പോണന്റ്, n കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് Rn ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യട്ടോ. n സ്പേസ് ഒന്നും കേട്ട് ഭയപ്പെടരുത്, ഒരു Rn തന്നെ കാണാം. നമ്മൾ ഇനി Rn ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇതൊരു വെക്ടർ സ്പേസ് ആണല്ലോ നമ്മൾ n സ്പേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ Rn ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെക്ടർ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിലെ പോലെ തന്നെ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, വെക്ടർ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. ഫസ്റ്റ് കോമ്പോണന്റും a+b രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ a-ന്റെയും b-ന്റെയും ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യുക, a-ന്റെയും b-ന്റെയും സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്തത് സെക്കൻഡ് കമ്പോണന്റിൽ വരും. ഓക്കെ, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അങ്ങനെ വരും. ഓക്കെ, ഇതിന്റെ സീറോ വെക്ടർ എന്ന് പറയുന്നത് 0, 0 ഒക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ നോഷൻ ഓഫ് ലെങ്ത് അല്ലെങ്കിൽ നോഷൻ ഓഫ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേണം അല്ലെ. നമ്മളിപ്പോ R എന്ന് പറയുന്ന ഒരു സ്പേസ് നമ്മളെ എക്സ് ആക്സിസിലെ അതിനല്ല ആറിലെ എലമെന്റ്സ് 1, 2, 3 എടുത്തു കഴിഞ്ഞാൽ 3ഉം എടുത്ത് 2ഉം എടുത്തു. 3ഉം 2 എടുത്തു കഴിഞ്ഞാൽ 3ക്ക് 2നെക്കാട്ടിലും വലുതാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമുക്കറിയാം 3 അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതുമ്പോൾ മുകളിലും താഴേക്ക് ആയിട്ട് വരുന്ന വെച്ചിട്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ആറിലെ എലമെന്റ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പറയാം. 3 ആണ് 2നെക്കാട്ടിലും വലുത്, 2 കഴിഞ്ഞിട്ടാണ് 3 വരുന്നത്, അല്ല 5 ആണ് 4നെക്കാട്ടും വലുതെന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ R2ന്റെ കേസിൽ എടുക്കുമ്പോൾ R2 എന്ന സ്പേസിലെ എലമെന്റ്സ് ഒക്കെ 1, 2, 2, 1 എന്ന് വരാം അല്ലെ. അപ്പൊ ഞാൻ രണ്ട് എലമെന്റ് എടുത്തു, 1, 2 ആണ് 2, 1 ആണ് വലുത്.
എക്സ് ആക്സിസ് വെച്ച് നോക്കുമ്പോൾ എന്താ 1 2 രണ്ടാമത്തെ എലമെന്റിലാണ് വലിയ സംഖ്യ. വൈ ആക്സിസിൽ ഫസ്റ്റ് എലമെന്റിലാണ് 2 വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടി ഒരു നോഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. നമ്മളൊരു മാഗ്നിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ കൊണ്ടുവരികയാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കമ്പയർ ചെയ്യണം, ഏതാണ് വലുത് ഏതാണ് ചെറുത്. ഇത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പാരിസന് വേണ്ടി നമ്മളൊരു ടൂൾ കൊണ്ടുവരികയാണ്. അതാണ് ലെങ്ത് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു n വെക്ടർ എടുത്തു, n ടപ്പിൽ ഒരു വെക്ടർ എ എടുത്തു, അതിൽ a1 a2 എക്സെട്ര n, അതാണ് ആ വെക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോം എ എന്നാണ് പറയുക അല്ലെ. നോം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വര ന്റെ ഇടയിൽ എ എന്ന് എഴുതുന്നതിനെ നമ്മൾ നോം ഓഫ് എ എന്നാണ് പറഞ്ഞത്. നോം എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ കമ്പോണന്റ് ഉണ്ടല്ലോ, ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര an സ്ക്വയർ, എന്നിട്ട് അതിന്റെ റൂട്ട് ഇടുക. അപ്പൊ നമുക്കൊരു ആറിലെ വാല്യൂ വരും അല്ലെ, ഒരു സ്കാലാർ വാല്യൂ വരും. ഇതൊരു ഒറ്റ വാല്യൂ. ഇത് നോക്കി, ഇതൊരു വെക്ടറിന്റെ കമ്പോണൻസ് മൊത്തം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുക. അപ്പൊ നമുക്കൊരു സ്കാലാർ വാല്യൂ വരാം അല്ലെ. ഈ സ്കാലാർ വാല്യൂ അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് എയും ബിയും എന്ന് പറഞ്ഞിട്ട് രണ്ട് വെക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, എന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ബിന്റെ മാഗ്നിറ്റ്യൂഡ്, എന്റെയും ബിന്റെയും നോമ് കാണാം. എന്റെ ഓരോ കമ്പോണൻസിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുക അല്ലെ. അതേപോലെ ബിന്റെ ഓരോ കമ്പോണൻസിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുക. അപ്പൊ നമുക്കൊരു സ്കാലർ വാല്യൂ വരും രണ്ട്. അപ്പൊ ആ സ്കാലർ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ആറിൽ കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ കമ്പയർ ചെയ്യാം. അപ്പൊ ഒരു കമ്പാരിസന് വേണ്ടി നമ്മൾ ഒരു സാധനം, ഒരു നോഷൻ കൊണ്ടുവന്നു, അത് ലെങ്ത്തും മാഗ്നിറ്റ്യൂഡും. നോം ഓഫ് എ. അപ്പൊ നോം, ഈ ഒരു ലെങ്ത്, ആ വെക്ടറിന്റെ ലെങ്ത് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ആ ലെങ്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, യൂണിറ്റ് വെക്ടർ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു നോം എന്താണ്, ഒരു വെക്ടറിന്റെ നോം എന്താണ്, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു വെക്ടർ, രണ്ട് വെക്ടർ എങ്ങനെ കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ നോം കാണാം, അതൊരു സ്കാലാർ വാല്യൂയിലേക്ക് പോകും, ആ സ്കാലാർ വാല്യൂകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോം എന്താണെന്നുള്ള സാധനം മനസ്സിലായി അല്ലേ. ഇനി ഒരു യൂണിറ്റ് വെക്ടർ എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വെക്ടറിന്റെ നോം കണ്ടു കഴിഞ്ഞിട്ട് അത് 1 ആണെങ്കിൽ, ഓക്കെ, a unit vector is one whose norm is 1. ഏത് വെക്ടറിന്റെ നോമാണ് 1 വരുന്നത്, അതായത് അതിലത്തെ ഈച്ച് കമ്പോണന്റ് എടുത്ത് സ്ക്വയർ ചെയ്യുന്നത്. a1 വെക്ടർ ആയിട്ട് n ടപ്പിൾ, ഇവർ 2 ടപ്പിളാണ് a1 a2 മാത്രമേ ഉണ്ടാവും. അപ്പൊ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ റൂട്ട് എടുത്താൽ കഴിഞ്ഞാൽ മതി. ഓക്കെ, ഒറ്റ കാര്യം പറയുന്നത്, നമ്മളെ സിലബസിൽ നമ്മൾ നോം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഡിഫൈൻ. നോമും ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഇതിനെ കുറച്ച് പ്രോപ്പർട്ടികൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ വെക്ടർ അഡീഷൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നോമും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ ആറിലെ ഒരു ജനറൽ സ്റ്റാൻഡേർഡ് നോമായിട്ട് ഇതാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് കേട്ടോ. വിചാരിക്കരുത് എല്ലായ്പ്പോഴും നോം ഇങ്ങനെ തന്നെ കാണുന്നത്. ഓരോ സ്പേസിലേക്കും ഓരോ രീതിയിൽ നമുക്ക് എന്ത് കാണാം, നോം കാണാവുന്നതാണ്. ഓക്കെ, അപ്പോ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെക്ടറിന്റെ നോം 1 ആണെങ്കിൽ ആ വെക്ടർ നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു വെക്ടറിനെ നമുക്ക് അതിന്റെ നോം 1 ആക്കി മാറ്റണമെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസിങ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, അതിന് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ട്, അതിന്റെ നോം 1 അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ നോം 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മൾ എന്റെ നോം കാണും, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ, അപ്പൊ നമ്മൾ എന്റെ നോം കണ്ടു, അപ്പൊ നമുക്കൊരു സ്കാലർ വാല്യൂ കിട്ടി, അതിന്റെ റെസിപ്രോക്കൽ എടുത്തു, നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നു. ആ റെസിപ്രോക്കലിനെ എന്ത് ചെയ്യുക, നമ്മുടെ എനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഒരു നോൺ സീറോ വെക്ടർ എ ഉണ്ട്. നോൺ സീറോ എടുക്കുന്ന കാരണം വെച്ചാൽ സീറോ വെക്ടറിന്റെ നോം 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ റെസിപ്രോക്കൽ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. സീറോ വെക്ടറിന്റെ നോം നമുക്ക് ഒരിക്കലും 1 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന പ്രോസസ് ആണ് ഒരു നോൺ സീറോ വെക്ടറിന്റെ നോം 1 ആക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഒരു നോം 1 ആവാന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ അതിന്റെ യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു വെക്ടറിനെ അതിന്റെ യൂണിറ്റ് വെക്ടറിലേക്ക് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെക്ടറിന്റെ നോം 1ലേക്ക് മാറ്റാം. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് നമ്മൾ നോർമലൈസിങ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. അതൊന്നുമില്ല, ഈ നമ്മളെ വെക്ടർ യുവിനെ അതിനെന്ത് ചെയ്യുക, റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് നോം, അതിന്റെ നോമിന്റെ
റെസിപ്രോക്കലിലേക്ക് മാറ്റുക. അപ്പൊ ഈ യു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്റെ യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മളിവിടെ യു എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വെക്ടറിന്റെ നോമിന്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് ആ വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസിങ് ഓഫ് എ എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് R5 ഒരു വെക്ടർ എടുത്തു, അതിന്റെ നോം എത്രയാണ്? നോമയെ കണ്ടു, ഓരോ എലമെന്റിനെ സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്നിട്ട് റൂട്ട് എടുക്കുന്നു. അപ്പൊ റൂട്ട് 30 ആണ് ഇതിന്റെ എന്ത് നോം എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വെക്ടറിൽ മാറ്റം എന്ത് ചെയ്താൽ മതി? എനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1/√30 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ആ യൂണിറ്റ് വെക്ടർ എന്താ നോക്കുക. അപ്പൊ ഇവിടെ മാറ്റിയതാ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ? 1/നോമ എന്ന 1/√30 ആയിരുന്നു. √30 കൊണ്ട് ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ സാധനത്തിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ആയിരിക്കും വരിക. ഇതിന്റെ നോം കണ്ടോ? ഇതിന്റെ നോം എങ്ങനെ കാണാം? ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ അടിയിലൊക്കെ 30 വരും. ഈ സാധനങ്ങളൊക്കെ 2² + 3² + 4² + 1² എന്താ വരിക? 30 ആയിരിക്കും വരിക. അപ്പൊ √30/30 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതിന്റെ നോം 1 ആണോ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോം എന്ന് പറയുന്ന നോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട അതിനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ആ ബേസിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ടാണ് പഠിക്കാൻ തുടക്കത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഓവർ ബേസിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിലും നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റും സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇന്നർ പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ UKD ഇന്നർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്, നമ്മൾ പണ്ട് +2 പഠിച്ച സംഭവം തന്നെയാണ് ഡോട്ട് പ്രൊഡക്റ്റ്. അത് നമ്മൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ആ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അതായത് രണ്ട് വെക്ടേഴ്സ് എയും ബിയും, അതിന് A.B, അതായത് A ഇന്നർ പ്രൊഡക്റ്റ് B, A.B എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. A.B എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? A എന്ന് പറഞ്ഞ ഒരു n ടെപ്പിൾ ആണ്, B എന്ന് പറഞ്ഞാൽ ഒരു n ടെപ്പിൾ ആണ്. അപ്പൊ A.B യും ബിയും നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. A എന്ന് പറഞ്ഞ വെക്ടർ ഡോട്ട് B എന്ന് പറഞ്ഞ വെക്ടർ. ഓക്കെ, ഇത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് A1 ഉം B1 ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റും തമ്മിലും A2 ഉം B2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. അങ്ങനെ സെയിം കോർഡിനേറ്റുകളുള്ള സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ സ്കേലാറിലേക്ക് പോയി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ട് V×V, രണ്ട് വെക്ടർ സ്പേസിലെ ഒരു വെക്ടർ സ്പേസിൽ രണ്ട് എലമെന്റുകൾ തമ്മിൽ നമ്മൾ എന്തൊരു ഒരു ഓപ്പറേഷൻ നടത്താണ്. എന്നിട്ട് അതിലത്തെ എലമെന്റിലേക്ക് നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോവാണ്? ഒരു സ്കാലാറിലേക്ക് വിട്ടാണ്. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വെക്ടറുകൾ തമ്മിൽ, വെക്ടർ സ്പേസ് രണ്ട് എലമെന്റുകൾ തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ ഇതൊക്കെ എൻ സ്പേസിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എൻ സ്പേസിലെ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, സെക്കൻഡ് അങ്ങനെ ഒരു സാധനം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 2 non-zero vectors A and B are and are said to be orthogonal. അപ്പൊ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഓർത്തോഗണൽ എന്ന് പറയുന്നത്? രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞു, ഓർത്തോ നോർമൽ ഒക്കെ എപ്പോഴാണെന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതാണ്. എന്നിട്ട് ഈ ടൂൾസ് ഒക്കെ, ഈ ഒരു നോഷൻസ് ഒക്കെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരും? ബേസിസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ വെക്ടേഴ്സിന്റെ ഇടയിലുള്ള പ്രോപ്പർട്ടികളും വെക്ടേഴ്സിന്റെ ഓപ്പറേഷൻസുകളും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ ബേസിസിലുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ്? വെക്ടേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ സാധനങ്ങൾക്ക് നമ്മൾ ഇനി സാവകാശം ബേസിസിലേക്കും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോ നമുക്ക് ഓർത്തോഗണൽ എന്താ പറയണം? അപ്പൊ 2 non-zero vectors A and B in R are said to be orthogonal. ശ്രദ്ധിക്കുക, എയും ബിയും നോൺ സീറോ ആണ്. കാരണം എന്താ? ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ 0 വന്നു കഴിഞ്ഞാലാണ് ആ രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഓക്കെ, അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഒരു കമ്പാരിസൺ പറയും. ഈ എയും ബിയും ഓർത്തോഗണൽ ആണോ ചെക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? എയും ബിയും ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക. ഇന്നർ പ്രൊഡക്റ്റ് എന്താ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു അല്ലെ. ഓരോ കോമ്പൗണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 വരുന്നുണ്ടോ? അങ്ങനെ 0 വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? ആ രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം എടുത്തു, ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്ടർ അല്ലെ. ഇതിന്റെ A.B ചെയ്യുമ്പോൾ എന്ത് വരും? 2.3 × 3. ഇവിടെ ഒരു -2 ഒക്കെ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പരസ്പരം 0 ആയി പോകുന്നുണ്ട് അല്ലെ. അവസാനം നമുക്ക് A.B ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 0 ആയി. A.B ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? എയും ബിയും ഓർത്തോഗണൽ ആണ്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ എൻ സ്പേസിൽ ഞാൻ പറഞ്ഞ എൻ സ്പേസിലൊന്നല്ല ഇന്നർ പ്രൊഡക്റ്റ്, എൻ സ്പേസിൽ മാത്രമല്ല ഇന്നർ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിനോമിയൽസിന്റെ കേസിൽ ഉണ്ടാവും, അതുപോലെ നമ്മൾ ഫംഗ്ഷൻസിന്റെ സെറ്റുകളൊക്കെ വെക്ടർ സ്പേസ് ഒക്കെ പെടുത്തും. നമ്മൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ സ്പേസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആർ എന്നുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഈ ആർ എന്നുകളിലെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞ് ഓർത്തോഗണാലിറ്റിയും ന്യൂട്ടൺ വെക്ടറിന്റെ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നു, ഇത് നമ്മൾ ബേസിസിലേക്ക് വരികയാണ്. ബേസിസിൽ ഇതൊക്കെ വെച്ചിട്ട് ബേസിസിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം, അല്ലെങ്കിൽ ബേസിസിനെ ഏതൊരു കാറ്റഗറിയിൽ കൊണ്ടുവരാൻ നോക്കാം. അതാണ് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ ബേസിസ്. ഓക്കെ, അപ്പോ ഓർത്തോഗണൽ രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എയും ബിയും ഓർത്തോഗണൽ ആണെങ്കിൽ എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. ഇനി നമുക്ക് ഓർത്തോനോർമൽ എന്താണെന്ന് നമ്മൾ സാവകാശം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിസ് എന്താണെന്ന് അറിയാം. ബി എന്ന് പറഞ്ഞ ബേസിസ് ആയിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതേപോലെ ബി എന്ന് പറഞ്ഞത് മൊത്തം സ്പേസിനെ സ്പാൻ ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നുള്ളൂ കേട്ടോ ഈ സെക്ഷനിൽ. അപ്പൊ ബി എന്താന്ന് നമുക്കറിയാം ആണല്ലോ. ഇനി നമുക്ക് ആർ എന്നിലെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരുന്നു? നമുക്കറിയാം E1 E2 എക്സെട്ര E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ 1ഉം ബാക്കിയൊക്കെ 0 ആണ്. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ 1ഉം ബാക്കിയൊക്കെ 0. അപ്പൊ E1ഉം E2ഉം കൂടി ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയാ, ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റിൽ മാത്രമാണ് 1, ബാക്കി എല്ലാം 0 ആണ്. ഇവിടുത്തെ സെക്കൻഡ് കമ്പോണന്റിൽ മാത്രമാണ് 1, ബാക്കിയൊക്കെ 0 ആണ്. അപ്പൊ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ് 0 ആയി, അപ്പൊ 0 ആയി. ഇവിടുത്തെ സെക്കൻഡ് കമ്പോണന്റ് 0 ആണ്, ഇവിടുത്തെ എന്താണ് 1ഉം ആണ് വരുന്നത്. അപ്പൊ രണ്ടും ചെയ്ത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു 0 ആണ് വരിക. അപ്പൊ ഈ ഒരു ബേസിസിലെ എലമെന്റ്സിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു. ഇതില് ഇപ്പൊ ഇത്ര എടുത്തു കഴിഞ്ഞാൽ എന്താ, തേർഡ് പൊസിഷനിൽ മാത്രമാണ്. ഇവിടെ തേർഡ് പൊസിഷനിൽ 1 ഉള്ള വേറെ ഒരു വെക്ടറും ഈ ബേസിസിൽ ഉണ്ടാവില്ല, ഇല്ലല്ലോ. ഇതാ E1 ഉണ്ടോ, E1 E2 ENകളൊക്കെ. ഇപ്പൊ E1 E2 ചെയ്യുമ്പോൾ ഇവിടെ 1ഉം 0 into 0. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് E1 E2 ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയി വരും. അതുപോലെ E1നോട് ഏത് E3 E4 ഏത് EN ചെയ്ത് കഴിഞ്ഞാലും പരസ്പരം ചെയ്ത് കഴിഞ്ഞാലും 0 ആയി വരാം. ഈ E2 E3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി വരുന്നത് അല്ലെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പൊ E1 ഈ ഒരു ബേസിസ് RNന്റെ സ്റ്റാൻഡേർഡ് ബേസിസിൽ നമുക്ക് ഏതൊരു രണ്ട് ബേസ് വെക്ടേഴ്സ് എടുത്തിട്ട് ബേസിസിൽ ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി വരാം. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ഒരു ബേസിസിലെ ഏത് രണ്ട് എലമെന്റ് എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ബേസിസ് ഉണ്ട്, അതിൽ ഏത് രണ്ട് എലമെന്റ് റാൻഡംലി ചൂസ് ചെയ്ത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 0 വരികയാണെങ്കിൽ ആ ബേസിസിനാണ് നമ്മൾ എന്ത് പറയാ, ഓർത്തോഗണൽ ബേസിസ് എന്ന് പറയാം. ഓക്കെ, ഈ ഓർത്തോഗണാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു വെക്ടേഴ്സിന്റെ, അത് നമ്മളിപ്പോ ബേസിസിലേക്ക് കൊണ്ടുവന്നു അല്ലെ. അവിടെ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഓർത്തോഗണൽ ആവാൻ ഇന്നർ പ്രൊഡക്റ്റ് 0 ആയ ഓർത്തോഗണൽ ആയി. അപ്പൊ ഇവിടെ ബേസിസിലെ എല്ലാ എലമെന്റും മ്യൂച്വലി, അതായത് വേറെ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കണം. അപ്പൊ ആ ബേസിസിനെ ഈ ഒരു ബേസിസിലെ എല്ലാ എലമെന്റ്സും മ്യൂച്വലി ഓർത്തോഗണൽ വിത്ത് അതർ എലമെന്റ്സ് ആണെങ്കിൽ, അതിൽ ബാക്കി എല്ലാ എലമെന്റ്സും വെച്ച് ഓർത്തോഗണൽ ആണ്, നമ്മൾ ആ ബേസിസിനെ ഓർത്തോഗണൽ ബേസിസ് എന്നാണ് പറയാം. ഇനി വേറെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ നമ്മൾ നോം ഡിഫൈൻ ചെയ്തില്ലേ, E1ന്റെ നോം എന്താ വരിക, നോം പറഞ്ഞാൽ √1² + 0² + 0². അപ്പൊ √1 തന്നെ വരും. E2ന്റെ നോം എന്താ വരിക, ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, അപ്പൊ ഇവിടെ 1 വരും. അപ്പൊ ഇതിന്റെ ഒക്കെ നോം 1ഉം വന്നു. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ഈജകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. RNന്റെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ബേസ് എടുത്തിട്ടാണ് പറഞ്ഞത്. അതേപോലെ ഇതിന്റെ എല്ലാത്തിന്റെയും നോം 1 ആയിരിക്കും. സിമ്പിൾ ആണ്. അൽജിബ്സാന ഡിഫൈൻ ചെയ്ത എക്സ്പ്രഷൻ കൊണ്ട് ഇട്ടുകൊടുത്താൽ മാത്രം മതി അല്ലെ. നോം എടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന റൂട്ട് എടുക്കുന്നു, സ്ക്വയർ ചെയ്യുന്ന പ്ലസ് ചെയ്യുന്ന റൂട്ട് എടുക്കുന്നു, എല്ലാത്തിനും 1 ആ വരും. അവിടെ നോക്കിയാൽ മതി, E1 E2 0യും 1ഉം മാത്രമേ ഉള്ളൂ. അതേപോലെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് എലമെന്റും മ്യൂച്വലി ഓർത്തോഗണൽ ആണെങ്കിൽ, ബേസിസിൽ ഏത് എലമെന്റ് രണ്ടെണ്ണം എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ആ ബേസിസിനെ ഓർത്തോഗണൽ ബേസിസ് എന്നും, ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് അതിന് ശേഷം അതിന്റെ എല്ലാത്തിനും നോം 1ഉം ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയാം. അപ്പൊ എല്ലാ ഓർത്തോഗണൽ ബേസിസ് ഒന്നും ഓർത്തോനോർമൽ ആവണമെന്നില്ല, പക്ഷെ ഓർത്തോനോർമൽ ബേസിസ് ഒക്കെ ഓർത്തോഗണൽ ബേസിസ് ആവില്ല. കാരണം എന്താ, ഇന്നർ പ്രൊഡക്റ്റ് 0 ആയാൽ മതി. ഏത് രണ്ട് എലമെന്റ് എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 0 വരുന്ന സെറ്റ് ആണെങ്കിൽ നമ്മളെ ബേസ് നമ്മൾ ഓർത്തോഗണൽ ബേസിസ് ആവും. ഓർത്തോ നോർമൽ ആവാൻ എന്ത് വേണം, നമ്മൾ എടുക്കുന്ന ബേസിസ് ഓർത്തോഗണലും ആവണം. പോരാത്തതിന് നമ്മൾ എല്ലാ വെക്ടേഴ്സിന്റെയും, ഏതൊരു ബേസിസിലെ എല്ലാ വെക്ടറിന്റെയും നോം 1ഉം ആവണം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ,
ഓർത്തോഗണൽ ബേസിസ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ കണ്ടോ, ദ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് പോസിങ് ദ ഫസ്റ്റ് വൺ എബോ. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ഓർത്തോഗണൽ ബേസിസ് എന്ന് പറയാം. ഈ രണ്ടെണ്ണം ദ എബോ ടു ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ആസ് ഓർത്തോനോർമൽ, അതായത് ഇന്നർ പ്രോഡക്റ്റ് 0 ആവുകയും നോം 1 ആയി കഴിഞ്ഞാൽ ആ ബേസിസിൽ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഇന്നർ പ്രോഡക്റ്റ് 0 ആയാലും അതിന്റെ എല്ലാ വെക്ടേഴ്സിന്റെ നോം 1 ആയി കഴിഞ്ഞാൽ ഓർത്തോ നോർമൽ ബേസിസ് എന്നും പറയും. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം, ഈ സ്റ്റാൻഡേർഡ് ബേസിസ് ഈ Rn എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാമ്പിൾ ഓഫ് എൻ ഓർത്തോ നോർമൽ ബേസിസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന് ഓർത്തോഗണൽ മാത്രമായിട്ട് ഒരു ബേസിസിന് എലമെന്റ് വേണമെങ്കിൽ 1ന് പകരം നിങ്ങൾ 2 ഇട്ട് കൊടുത്താൽ മതി. ഈ 1ന് പകരമൊക്കെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും, ഇൻഡിപെൻഡൻസിക്ക് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, സ്പാനും ചെയ്യും. പക്ഷെ എന്താവില്ല, നോം വരുന്നത് 2 ആയിരിക്കും വരിക. അപ്പൊ എന്താവില്ല, ഓർത്തോ ഇത് ഇന്നർ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് പൊസിഷനിൽ 2, ഇവിടെ പിന്നെ വേറെ എവിടെയും ഫസ്റ്റ് പൊസിഷനിൽ 2 വരും, ബാക്കിയൊക്കെ 0 ആയി. അപ്പൊ ഇവിടെ ഈ 1ന് പകരം 2 ഇട്ട് കൊടുത്താൽ എന്തായി, അത് ഓർത്തോഗണൽ ബേസിസ് ആയി, ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും, പക്ഷെ ഓർത്തോ നോർമൽ ആവില്ല. എന്താ, അതിന്റെ നോം 1 ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. എ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് is said to be orthogonal if orthogonal basis. A basis for a vector space is said to be orthogonal basis if the vectors in the basis are mutually orthogonal. അല്ലെ, ആ ബേസിസിലെ എല്ലാ എലമെന്റും മ്യൂച്വലി ഓർത്തോഗണൽ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ ആ ബേസിസിനെ ഓർത്തോഗണൽ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എന്താ, ആ ബേസിസ് എന്താണ്, ഓർത്തോഗണൽ ബേസിസ്, ഓർത്തോനോർമൽ ബേസിസ് ആവുന്നത് എന്താ, വെക്ടേഴ്സുകളെല്ലാം മ്യൂച്വലി ഓർത്തോഗണലും ആവണം, അതേപോലെ തന്നെ അതിന്റെ നോം എന്താവണം, 1 ആവണം. അങ്ങനെയാണെങ്കിൽ നോം 1 ആവണം, യൂണിറ്റ് വെക്ടർ ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർത്തോ നോർമൽ ബേസിസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് 0 ആവണേ, ആ ബേസിസിൽ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ആ ബേസിസിനെ ഓർത്തോഗണൽ ബേസിസ് എന്നും, അതുപോലെ തന്നെ അതെല്ലാം ഓർത്തോഗണൽ ബേസിസും അതിന്റെ എല്ലാത്തിനും നോം 1 ആവുക, അല്ലെങ്കിൽ ആ ബേസിസിലെ എല്ലാ എലമെന്റും യൂണിറ്റ് വെക്ടർ ആയ, നോം 1 ആവുക പറഞ്ഞാൽ അതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോഗണൽ ബേസിസ് ആവും വേണം, അതിന്റെ കൂടെ തന്നെ അതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സും നോം 1 കൂടി ആണെങ്കിൽ ആ ബേസിസിലെ എല്ലാ എലമെന്റ്സും ആണെങ്കിൽ ആ ബേസിസിനെ നമ്മൾ ഓർത്തോ നോർമൽ ബേസിസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ വെച്ചിട്ടുള്ള ഗ്രാംഷിറ്റ് ഓർത്തോഗനൈസേഷൻ പ്രോസസ്സും അതിന് ഒരു കൺസ്ട്രക്ഷൻ ആണ്, എങ്ങനെയാണ് ഈ ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടാക്കുക, അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ വന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്താണ് ബേസിസ് എന്ന് പഠിച്ചു. ബേസിസിൽ നമ്മൾ Rn വെച്ചിട്ട് അവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഈ നോമും ഡിഫൈൻ ചെയ്യുന്നു. Rnലെ ഇന്നർ പ്രൊഡക്റ്റും നോമുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ വേറൊരു സ്പേസിന്റെ ഇന്നർ പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് മാത്രമാണ് ഇന്നർ പ്രൊഡക്റ്റ് തെറ്റിദ്ധരിക്കരുത്, നമുക്ക് ഡിഫൈൻ ചെയ്യാം ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്. അപ്പോൾ Rn വെച്ചിട്ട് എന്താണോ അതിന്റെ ബേസിസും അതിന്റെ ഓർത്തോഗണൽ ബേസിസും ഓർത്തോനോർമൽ ബേസിസും ഇന്നർ പ്രൊഡക്റ്റ് നോം അങ്ങനത്തെ ടൂളുകളും നോഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ ഓർത്തോനോർമൽ ബേസിസുകളൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാംഷിറ്റ് ഓർഗനൈസേഷൻ പ്രോസസ്സിലേക്കാണ് പോകേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആ ഭാഗം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ഒരു വെക്ടർ സ്പേസ് എന്ന മൊഡ്യൂൾ തന്നെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.